മൂന്നാമത്തെ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു അടിപൊളി പ്രോബ്ലം. നമ്മുടെ ഫോർമുല എന്താ? എക്സ് സ്ക്വയർ ബൈ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ് അല്ലേ. ഇതിൻ്റെ റേറ്റ് എന്താ? അവിടെ ടാൻ വരുന്നുണ്ട്, 1/a ടാൻ ഇൻവേഴ്സ് സി ബൈ എ പ്ലസ് സി, എക്സ് ബൈ എ പ്ലസ് സി. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ എക്സൈസ് 7.4 11th ക്വസ്റ്റ്യൻ. 1/9x² പ്ലസ് 6x പ്ലസ് 5 ഡിനോമിനേറ്ററിൽ ഒരു ക്വാഡ്രാറ്റിക് ഫോർമുലയാണ് വന്നത്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ഇത് സം പർട്ടിക്കുലർ ഫംഗ്ഷൻസിലുള്ള ഏതോ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ളതാണ് എന്നുള്ളത്. അതിലേക്ക് നമുക്ക് എത്തണം. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഫോർമുലയിൽ നിന്ന് ആ x² പ്ലസ് a² x² മൈനസ് a² അല്ലെങ്കിൽ a² മൈനസ് x² എന്നുള്ള ടേമിലേക്ക് നമുക്ക് എത്താൻ നമുക്കൊരു വഴിയുണ്ട്. നമ്മൾ മുന്നേ പ്രോബ്ലത്തിൽ ചെയ്തു അല്ലേ. അപ്പോൾ ആ ഒരു ഫോമിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ആ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ട് ദെൻ നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 9x² പ്ലസ് 6x പ്ലസ് 5 എന്നുള്ള ആളെ മാത്രം എടുക്കാം. നമുക്കറിയാം x² കോയിഫിഷ്യൻറ്റ് ഇവിടെ ആരാ? 9 ആണല്ലേ. 9 ഞാൻ പുറത്തെടുത്തു. അപ്പോൾ x² പ്ലസ് 6x 9 പുറത്തെടുത്ത് കഴിഞ്ഞാൽ മേലോട്ട് നോക്കേണ്ട ആവശ്യമില്ല, 6/9x എന്ന് എഴുതുക. പ്ലസ് 5 9 പുറത്തെടുക്കുക. അതെ, 5/9 എന്ന് മാത്രം എഴുതുക. ഈക്വൽ ടു എന്ത് വരും? 9x². ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6ഉം 9ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. 6ൽ 2 3 ഉണ്ട്, 9ൽ 3 3 ഉണ്ട് അല്ലേ. അപ്പോൾ x² പ്ലസ് 2/3x പ്ലസ് 5 9 ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, അതേപോലെ തന്നെ എഴുതട്ടെ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ഇവിടെ നമുക്കറിയാം എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആരാ വരുന്നത്? 2/3 ആണ് അല്ലേ. അപ്പോൾ നമ്മളെ പ്രൊസീജിയർ എന്താ? കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഹാഫ് എടുത്തതിന് ശേഷം അതിനെ സ്ക്വയർ ചെയ്യാം. എന്താണ് ഇവിടെ വരുന്നത്? എന്താണ് നമുക്കിവിടെ കിട്ടുന്നത്? എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആരാ? 2/3 ആണ്. അപ്പോൾ 2/3ൻ്റെ ഹാഫ് അല്ലേ, അതിനെ സ്ക്വയർ ചെയ്യുക. 2/3ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 2/3 ഇൻറ്റു 1/2 എന്നിട്ടൂടെ അടിയിലുള്ള 2/1നെ റെസിപ്രോക്കൽ എടുത്ത് മുകളിൽ വരുമ്പോൾ എന്തായി? 1/2. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും? 1/3. ഈ ആളുടെ സ്ക്വയർ. ഈ സ്ക്വയർ എന്ത് കാട്ടാൻ? ഈ സ്ക്വയർ നമ്മളെ ഇക്വേഷൻ്റെ ഉള്ളിൽ പ്ലസ് ചെയ്യുക, മൈനസ് ചെയ്യാം, എന്നാലേ ഇക്വേഷൻ ബാലൻസ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യാം? ഈക്വൽ ടു നമ്മളെ ഇക്വേഷൻ 9 അവിടെ കോമൺ ആണ്. x² പ്ലസ് 2/3x പ്ലസ് ഈ എക്സിൻ്റെ ടേം കഴിഞ്ഞിട്ട് ഞാനിവിടെ എന്ത് ചെയ്തു? ഒരാളെ ഞാനിവിടെ ആഡ് ചെയ്തു, 1/3 ഹോൾ സ്ക്വയർ പ്ലസ് ഇനി അവിടെ ഉള്ള 5/9 ഉണ്ട്, മൈനസ് ഞാൻ എന്ത് കൊടുത്തു? അടുത്ത ആളെ നമ്മളിവിടെ ചെയ്തു 1/3 ഹോൾ സ്ക്വയർ. അപ്പോൾ എഫക്റ്റീവ്ലി 1/3 ഹോൾ സ്ക്വയർ പ്ലസും 1/3 ഹോൾ സ്ക്വയറിൻ്റെ മൈനസും ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ഇനി നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമിലേക്ക് നമ്മളിതിനെ മാറ്റുകയാണ്. എന്താണ്? x² പ്ലസ് a² എന്നുള്ള ഫോമിലേക്ക് നമ്മളിതിനെ മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ടേം x² പ്ലസ് 2/3x പ്ലസ് 1/3 ഹോൾ സ്ക്വയർ. ഇനി അതിലൊന്നും ആലോചിക്കാനില്ല, നേരെ അതങ്ങോട്ട് എഴുതി കൊടുക്കുക. 9 ഇൻറ്റു ഒന്ന് എക്സിനാണ് സ്ക്വയർ ഉള്ളത്, ഒന്ന് 1/3ക്കാണ് സ്ക്വയർ ഉള്ളത്. അപ്പോൾ എക്സ് പ്ലസ് ഇടാനുള്ള കാരണം എന്താ? 2/3x എന്നുള്ള ടേമിന് പ്ലസ് ആണ്, അതിന് മൈനസ് ആണെങ്കിൽ a മൈനസ് ബി ആവും. അപ്പോൾ x പ്ലസ് 1/3 ഹോൾ സ്ക്വയർ. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x² പ്ലസ് 2/3x പ്ലസ് 1/3 ഹോൾ സ്ക്വയർ എന്നുള്ളത് കിട്ടും. പ്ലസ് ഇനി അവിടെ ബാലൻസ് ഉള്ള ടേം നമുക്ക് ഇതിനെ ഒന്ന് സൈഡിൽ ഇവിടെ ചെയ്ത് നോക്കാം. 5/9 മൈനസ് 1/9 ആണ് അല്ലേ. 5/9 മൈനസ് 1/9 എന്ന് പറഞ്ഞാൽ 5 ഒന്ന് പോയി കഴിഞ്ഞാൽ 4 ആയി, 4/9 എന്നായി. ഓക്കെ, 4/9 എന്നുള്ള ടേമിനെ നമ്മളിവിടെ എഴുതുമ്പോൾ 2² എന്ന് എഴുതി കഴിഞ്ഞാൽ ആർക്കും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ അതിനെന്ത് എഴുതാം? പ്ലസ് അത് പ്ലസ് തന്നെയല്ലേ വരുന്നത്, പ്ലസ് 2² ഡിവൈഡഡ് ബൈ 3². അതല്ലെങ്കിൽ നമുക്കതിനെന്ത് എഴുതാം? 2/3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഇനി നമ്മൾ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് സൂക്ഷിച്ച് നോക്കിയേ. എന്താണ് നമ്മളെ ഫോമിലേക്ക് വന്നു അല്ലേ. dx ഡിവൈഡ് ബൈ x² പ്ലസ് a² ആയി. x² പ്ലസ് a² എന്ന് പറഞ്ഞാലും a² പ്ലസ് a² എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഓക്കെ, അപ്പോൾ x² പ്ലസ് a² എന്നുള്ള ഫോമിലേക്ക് വന്നു. ഒരു 9 അവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്ത് അപ്ലൈ ചെയ്ത് വരുമ്പോൾ എന്താണ് നമ്മളെ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ഇൻ്റഗ്രൽ 1/9x² പ്ലസ് 6x പ്ലസ് 5 dxനെയാണ് നമ്മൾ എന്താക്കി മാറ്റിയത്?
1/9 9x² + 6x + 5നെയാണ് നമ്മൾ ആ മാറ്റി. അപ്പോൾ ഡിനോമിനേറ്ററിൽ മാത്രമേ ചേഞ്ച് ഇതുവരെ വന്നിട്ടുള്ളൂ. 9 × x + 1/3 ഹോൾ സ്ക്വയറും 2/3 ഹോൾ സ്ക്വയറും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ dx ചെയ്ത dx ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. ഇനി അവിടെ ആ ഇക്വേഷനിലുള്ള ഇപ്പോൾ നമ്മൾ ഫോമിൽ നമ്മളെ കയ്യിലുള്ള ആളെ ഒരു 1/9 അവിടെ ഉണ്ട് അല്ലേ, ആർക്കും പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആ 1/9 നമ്മൾ എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് കൊണ്ടുവന്നു. ഇനി നമ്മൾ നോക്കുക, ഇനി ബാക്കിയുള്ള ടേം നോക്കുമ്പോൾ 1/x² + a² എന്നുള്ള ടേമിലുള്ളത്. നമുക്കറിയാം നമ്മളെ ഇക്വേഷൻ എന്താണ് വരുന്നത്, നമ്മളെ ഇക്വേഷൻ വരുന്നത് 1/a tan ഇൻവേഴ്സ് c/a എന്നുള്ള ഇക്വേഷനാണ് വരുന്നത്. 1/a tan a എന്നുള്ള ടേമിൽ ആരാണുള്ളത്, എക്സ് ടേമിൽ ആരാണുള്ളത് നോക്കാം. 1/a tan ഇൻവേഴ്സ് x/a അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം 1/a 1/a ടേമിൽ ആരാണുള്ളത്, 2/3 ഹോൾ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/9 ആണ് എൻ്റെ പ്ലേസിലുള്ളത്. 1/a ഇൻറ്റു tan ഇൻവേഴ്സ് x/a, എക്സിൻ്റെ പ്ലേസിൽ ആരാ ഉള്ളത്, എക്സ് പ്ലസ് കട്ട് ഇവിടെ എൻ്റെ പ്ലേസിൽ ആരാ ഉള്ളത്, 2/3 ആണല്ലേ. അപ്പോൾ 1/a എന്നുള്ളത് എങ്ങനെയാവും, 1/2/3 എന്നാവും ഇൻറ്റു tan ഇൻവേഴ്സ് x/a, എക്സിൻ്റെ ടേമിൽ ആരാ ഉള്ളത്, എക്സ് പ്ലസ് 1/3 ഉണ്ട് ഡിവൈഡഡ് ബൈ 2/3 ഉണ്ട്. ഓക്കെ, എക്സ് tan a പ്ലസ് c 1/9 അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംപ്ലിഫൈഡ് ചെയ്തിട്ട് ലാസ്റ്റ് 9 ആയിട്ട് നമ്മൾ എന്തെങ്കിലും മൾട്ടിപ്ലൈ. 1/2/3 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ 3/2 എന്നുള്ള റെസിപ്രോക്കലാക്കിയിട്ട് എഴുതാം, tan ഇൻവേഴ്സ്. ഇനി എക്സ് പ്ലസ് 1/3നെ നമ്മൾ എന്താ ചെയ്യാം, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3x + 1/3 എന്ന് വരും അല്ലേ. അപ്പോൾ 3x + 1/3 ഓൾ ഡിവൈഡഡ് ബൈ 2/3 എന്ന് വരും. ഈ 3യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം അവസാനത്തെ ആൻസറിലേക്ക് നമുക്ക് എങ്ങനെ എത്താം, 1/9 കൂടി എന്ത് ചെയ്യാം, നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ഫുൾ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഈ 9ഉം 3യും ഇവിടെ 3 ആവും. അപ്പോൾ 1/6 tan ഇൻവേഴ്സ് 3x + 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി ഉണ്ട് പ്ലസ് സി. ഇതാണ് നമ്മളെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ. നമ്മളെ മൂന്നാമത്തെ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു അടിപൊളി ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചില ആളുകൾക്ക് നല്ല കൺഫ്യൂഷൻ വരും. ഇത് ഈ ഒരു പാർഷ്യൽ സിമ്പിൾ സം പർട്ടിക്കുലർ ഫങ്ഷൻസ് എന്നുള്ള കാറ്റഗറിയിൽ മൂന്നാമത്തെ രണ്ടാമത്തെ ഏതെങ്കിലും ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് എന്നുള്ളത്. കാരണം എന്താ, ഇത് ക്വസ്റ്റ്യനും ഫോർമുലയും നല്ല വ്യത്യാസമുണ്ട്. പ്രഥമ ദൃഷ്ടിയ ഇതിനെ കാണുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഫോർമുല x² + a² ആണ് ഡിനോമിനേറ്ററിൽ. ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ ഒരാളുണ്ട് 3x² എന്നുണ്ട്, ഡിനോമിനേറ്ററിലോ x⁻6 + 1 ആണെന്നുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഒന്ന് മെരുക്കിയെടുക്കണം, നമ്മളെ ഫോർമുലയിലേക്ക് മെരുക്കിയെടുക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബൈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിനും നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യാനുള്ളതാണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം 3x² ന്യൂമറേറ്ററിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച നമുക്ക് ചെറിയൊരു ടേം നമുക്കിവിടെ അപ്ലൈ ചെയ്യാനുണ്ട്. എന്താണ്, ഇവിടെ ഒരാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഓക്കെ, അതാർക്ക് കൊടുക്കണം, ന്യൂമറേറ്ററിൽ 3x² ഉണ്ട്, ഡിനോമിനേറ്ററിൽ എക്സിൻ്റെ ടേം ആയിട്ടുള്ള x⁻6 ഉണ്ട്. ഈ x⁻6നെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം, x² എന്നും എഴുതാം, അതല്ലെങ്കിൽ x³ (2) എന്നുള്ളത് എഴുതാം. രണ്ടും നമുക്ക് x⁻6നെ നമുക്ക് എഴുതാം. ഇതിൽ ഒരാളെ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് ആരെടുക്കണം, ഒന്നുമില്ല, നമുക്കൊരു കാര്യം നോക്കാനുള്ളത്, ആരെടുത്ത് കഴിഞ്ഞാലും അയാളുടെ ഡെറിവേറ്റീവ് നമ്മൾ ആ ഫംഗ്ഷനിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ x² എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. x³ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 3x² ആണ്. അപ്പോൾ 3x² ആണ് നമുക്ക് എന്തുള്ളത്, ഇവിടെ ന്യൂമറേറ്ററിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, t എന്നുള്ള ആളെ നമുക്ക് t ആയിട്ട് x³ കൺസിഡർ ചെയ്യാം. ഇതിന് അടുത്ത സ്റ്റെപ്പ് എന്താ,
രണ്ട് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ബോത്ത് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു 3x² എന്ന് വരും. ദാറ്റ് ഈസ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി ഡിവൈഡഡ് ബൈ 3x². അവിടെ നിൽക്കട്ടെ. ഇൻ്റഗ്രൽ 3x² ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 6 പ്ലസ് 1 ഡി എക്സ് എന്നാണല്ലോ നമ്മളെ ക്വസ്റ്റ്യൻ. ഇതിനെ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? 3x² അതേപോലെ തന്നെ എഴുതിയാൽ എക്സ് റേസ് ടു 6നെ നമ്മൾ എക്സ് ക്യൂബിനാണ് ടി കൊടുത്തില്ലേ, അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എക്സ് ക്യൂബ്, ടി എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബാണ്, പുറമെ അതിൻ്റെ പുറമെ ഞാൻ ആരും കൂടി ഉണ്ടാവും, ഒരു സ്ക്വയറും കൂടെ, അപ്പോൾ t² എന്നുള്ളതായി പ്ലസ് 1. ഡി എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഡി ടി ഡിവൈഡഡ് ബൈ 3x² എഴുതാം. നോക്കൂ, ഈ 3x² 3x² ക്യാൻസൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തു. സബ്സ്റ്റിറ്റ്യൂഷൻ ടി എന്നുള്ളത് 3x²ന് അല്ല സോറി എക്സ് ക്യൂബിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. അപ്പോൾ ഇനി ഇത് എങ്ങനെ വരുന്നത്? ഇൻ്റഗ്രൽ 1/t² പ്ലസ് 1 എന്നിട്ടാലും എഫക്റ്റീവ്ലി 1² എന്നിട്ടാലും ആർക്കും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മളെ ഫോമിലേക്ക് തിരിച്ചു വന്നു. എന്താണ് നമ്മളെ ഫോർമുല? 1/x² പ്ലസ് a² അല്ലെങ്കിൽ a² പ്ലസ് x² രണ്ടും സെയിം ആണ്. ഇവിടെ നമുക്ക് എക്സിൻ്റെ പ്ലേസിൽ ടി ആണ്, വിത്ത് റെസ്പെക്ട് ടു ഡി ടിയിലാണ് നമ്മൾ ചെയ്യണത് അല്ലേ, അപ്പോൾ അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിൽ 1/t² പ്ലസ് 1² എന്നായി. അപ്പോൾ ഇനി നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു എന്ത് വരും? ഈക്വൽ ടു 1/a. 1/aൻ്റെ പ്ലേസിൽ ആരാ ഇവിടെ ഉള്ളത്? 1 ആണ്. ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് x/a. എക്സിൻ്റെ പ്ലേസിൽ ആരാ ഉള്ളത്? ടി ആണുള്ളത്. എൻ്റെ പ്ലേസിൽ 1 ആണ്. ഈക്വൽ ടു സി. 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് t/1 അല്ലേ, ടി തന്നെയാണ് വരിക. പക്ഷേ ടീൻ്റെ പ്ലേസിൽ നമുക്ക് ആര് എഴുതണം? ടാൻ x³ പ്ലസ് സി. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ ഫോർമുലയിൽ എക്സസൈസ് 7.4 5th ക്വസ്റ്റ്യൻ, സൂപ്പർ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇൻ്റഗ്രൽ 3x ഡിവൈഡഡ് ബൈ 1 + 2x റേസ് ടു 4. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ന്യൂമറേറ്ററിൽ നമ്മളെ ഫോർമുലയിൽ ഡി എക്സ് ആണ് അല്ലെങ്കിൽ 1 ആണ്. അപ്പോൾ അതല്ലാത്തൊരാൾ വന്നു കഴിഞ്ഞാൽ മിക്കവാറും എന്ത് ചെയ്യേണ്ടി വരും? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ 3x എന്നുള്ള ആളെ നമുക്ക് കട്ട് ചെയ്യണം അല്ലേ, 3xനെ നൈസായിട്ട് ഒഴിവാക്കണം. അപ്പോൾ ഒരാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സ് റേസ് ടു 4 ഉണ്ട്. അപ്പോൾ 3xന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് അവിടെ ഇല്ല. എക്സ് റേസ് ടു 4ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് റേസ് ടു 4ന് ടി കൊടുത്തു കഴിഞ്ഞാൽ 4x³ എന്നാണ് എന്തിൽ വരിക? നമ്മളെ ഡിഫറൻഷ്യേറ്റ് ഡെറിവേറ്റീവ് വരിക. പക്ഷേ x³ അവിടെ ഇല്ല. അപ്പോൾ ആർക്ക് കൊടുക്കണം ടി? ഒന്നും നോക്കണ്ട, നമ്മൾ ടി എന്നുള്ളത് x² കൊടുക്കുക, x² ടി എന്നുള്ളത് കൊടുക്കുക. ഓക്കെ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു 2x, ഈ സിംപ്ലൈസ് ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? ഡി ടി ഡിവൈഡഡ് ബൈ 2x എന്ന് വരും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 3x ഡിവൈഡഡ് ബൈ 1 + 2x റേസ് ടു 4 ഡി എക്സ് ഈക്വൽ ടു എന്തായിട്ട് മാറി? 3xന് യാതൊരു മാറ്റമില്ല, അവിടെ നിൽക്കട്ടെ. 1 + 2 ഇൻറ്റു എക്സ് റേസ് ടു 4ൽ x² നമ്മൾ ടി എടുത്തത്. അപ്പോൾ ഇനി ആര് വരും? 2t² എന്ന് വരും. ഡി എക്സിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ? ഡി ടി ബൈ 2x. 2xലെ എക്സും 3xലെ എക്സും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓവറോൾ ആരുണ്ട്? ഒരു 3/2 ഉണ്ട് അല്ലേ. ആ 3/2നെ ഞാൻ ആദ്യം നൈസായിട്ട് ഇങ്ങോട്ട് പുറത്തെടുത്തു. 3/2 ഇൻ്റഗ്രൽ ഡി ടി ഡിവൈഡഡ് ബൈ, ഇനി അവിടെ ആരുണ്ട്? 1/2t². അപ്പോൾ നമ്മൾ ഫോർമുലയിലേക്കായോ? ഇല്ല, അവിടെ ആരുണ്ട്? 2t² എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഒന്നും നോക്കണ്ട, ആ 2t² 2ന് നമുക്ക് ആ എൻ്റയർ ഡിനോമിനേറ്ററിൽ നിന്ന് കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ എന്താ വരിക? ഈക്വൽ ടു 3/2 ഇവിടെ പുറത്തുള്ള ആളാണ്, ഡി ടി ഡിവൈഡഡ് ബൈ 2നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1ന്ന് 2 എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? 1/2 എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് t² ഈക്വൽ ടു ഡിനോമിനേറ്ററിൽ നമ്മൾ 2 കോമൺ ആയിട്ടുണ്ടല്ലോ, ആ 2നെ ഞാൻ എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ 3/2 × 2 4 ആയി. ഇൻ്റഗ്രൽ ഡി ടി ഡിവൈഡഡ് ബൈ, ഇനി അവിടെ ആര്? 1/2 പ്ലസ് t² അല്ല, t². ഓക്കെ, 1/2നെ നമുക്ക് ഒരു സ്ക്വയർ ടേമിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ a² പ്ലസ് x² എന്നുള്ള ഫോമിലേക്ക് വരുള്ളൂ. അപ്പോൾ 1/2നെ നമുക്ക് എങ്ങനെ സ്ക്വയർ ചെയ്താൽ? നമുക്കറിയാം 1/√2ൻ്റെ സ്ക്വയറാണ് ആക്ച്വലി ആര് വരുന്നത്? 1/√2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 × √2 എന്താണ്? 1/2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1/2ന് പകരം നമുക്ക് എന്ത് ചെയ്താൽ? 1/√2² പ്ലസ് t².
ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മളെ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ടേമിൽ അല്ലേ ഫോർമേഷനിൽ വന്നു. അതായത് 1/a² + x² + a² ബോത്ത് ആർ സെയിം. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/a എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ 1/a tan ഇൻവേഴ്സ് x/a + c എന്നാണ്. എൻ്റെ പ്ലേസിൽ ആരാ ഇവിടെ ഉള്ളത്? 1/√2 ആണ് എൻ്റെ പ്ലേസിലുള്ളത്. ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ ആരാ ഉള്ളത്? ടി ആണുള്ളത് അല്ലേ? ടിക്ക് നമുക്കറിയാം, ടിക്ക് നമ്മൾ ആരാ കൊടുത്തിട്ടുള്ളത്? x² ആണ്. അപ്പോൾ x²/a എൻ്റെ പ്ലേസിൽ ആരാ ഉള്ളത്? 1/√2. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 1/√2ൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ √2 ഇവിടെ പുറത്തൊരാളുണ്ട് 3/4 ഉണ്ട്, ലാസ്റ്റ് ഒരു പ്ലസ് സി ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം 3/4 ഇവിടെ ഇട്ടു. 1/√2ൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ √2/1 എന്നാവും. അതായത് √2 ടാൻ ഇൻവേഴ്സ് x²/1/√2 പറഞ്ഞാൽ എന്താ 1/√2ൻ്റെ റെസിപ്രോക്കൽ എടുത്ത് വന്നു കഴിഞ്ഞാൽ √2 × x² എന്നാവും അല്ലേ? √2 × x², ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് പ്ലസ്. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്താലോ? ചെറിയ രീതിയിൽ ഇവിടെ 3/4 മൾട്ടിപ്ലൈ ചെയ്യല്ലേ? അപ്പോൾ 3/4 4ഉം √2ഉം തമ്മിൽ എന്തെങ്കിലും അഭേദ്യമായ ബന്ധങ്ങളുണ്ടോ? നമുക്കത് ക്യാൻസൽ ചെയ്ത് പോകാം അല്ലേ? 4 എന്ന് പറഞ്ഞാൽ എന്താ? 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2 ആണ് അല്ലേ? അപ്പോൾ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 × 2 ആണ്. എഴുതിക്കൂടെ? കാരണം എന്താ? √2 × √2 എന്താ? 2 ആണ്. 2 × 2 പറഞ്ഞാൽ എന്താ? 4 ആണ്. അപ്പോൾ ഈ 4ൻ്റെ ഉള്ളിൽ ആക്ച്വലി 4 √2 ഉണ്ട്. അതിലുള്ള ഒരു √2 നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവിടെ ആരുള്ളത്? 2 √2 ഉണ്ട്. അപ്പോൾ ആ ഒരു √2ഉം ഇതും കൂടി നമ്മൾ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനി ആര് മാത്രമേ അവിടെ ഉള്ളത്? ബാക്കി അവശേഷിക്കുന്നത് 3/2 √2 എന്നാവും. ഓക്കെ ആണല്ലോ? ടാൻ ഇൻവേഴ്സ് √2 x² + c എന്നുള്ള ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്താം. ക്ലിയർ ആണല്ലോ? അടുത്തത് നമ്മൾ നാലാമത്തെ ഫോർമുല. എന്താണ് നാലാമത്തെ ഫോർമുല? നമ്മൾ ഡിനോമിനേറ്ററിൽ a² + x², a² - x², x² - a² മൂന്നെണ്ണം പഠിച്ചു അല്ലേ? അതിൻ്റെ പ്രോബ്ലംസും വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു. ഇനി അതിൽ ആ ഡിനോമിനേറ്ററിൽ അതേ ടേമിന് റൂട്ട് മാത്രം വരുന്നു എന്നുള്ളൊരു പ്രത്യേകത മാത്രമാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. റൈറ്റ് സൈഡ് കുറച്ചൊന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് നാലാമത്തെ ഫോർമുല നോക്കുക? dx / √of x² - അതിൻ്റെ റൈറ്റ് സൈഡ് എന്താ വരിക? ലോഗ് മോഡുലസിൻ്റെ ഉള്ളിൽ എക്സ് പ്ലസ് ആ റൂട്ടിനകത്ത് ലെഫ്റ്റ് സൈഡിൽ എന്താണോ അത് തന്നെ അവിടെ റൈറ്റ് സൈഡിൽ വരും. √x² - a². ഓക്കെ. അപ്പോൾ ഈ ഒരു ഫോർമുല ബേസ് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ എക്സാമ്പിൾ 9ൽ 3rd ക്വസ്റ്റ്യനും അതുപോലെ തന്നെ എക്സൈസ് 7.4ൽ 13, 15 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് ആദ്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ 9th ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ? ഇൻ്റഗ്രൽ dx / √5x² - 2x. ഓക്കെ. ഈ ഒരു ഫംഗ്ഷന് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം? ഈ ഒരു ഫോമിലേക്ക് നമുക്ക് എത്തിക്കണം. ഡിനോമിനേറ്ററിൽ √x² - a² എന്നുള്ള ഫോമിലേക്ക് നമുക്ക് എത്തിക്കണം. ഇവിടെ എന്താണുള്ളത്? നമുക്ക് ഇതിനെ എങ്ങനെ ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഫോമിലേക്ക് സ്യൂട്ടാക്കാൻ കഴിയില്ല. x² - a². ഇവിടെ 5x² - 2x 2 ടേമിൽ x ഉണ്ട്, ഒരു ടേമിൽ സ്ക്വയർ ഇല്ല. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറിൽ തന്നെ 5x² - 2x മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ x²ൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ വരുന്നത്? 5 ആണല്ലോ. ആ 5നെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? x² - 2/5x എന്ന് വരും. ഓക്കെ. ഈ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2/5 ആണല്ലേ? ആ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഹാഫിൻ്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 5 × x² - 2/5x പ്ലസ് എന്താണ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഹാഫിൻ്റെ സ്ക്വയർ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2/5 ആണ്. ഹാഫ് എന്ന് പറഞ്ഞാൽ 2 ആണ്. എന്ന് പറഞ്ഞാൽ 2/5 × 1/2 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 2/10 എന്ന് വരും അല്ലേ? 2/10 നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? 1ഉം 5ഉം. അപ്പോൾ ഈ 1/5ൻ്റെ സ്ക്വയർ ആണ് നമുക്കവിടെ പ്ലസ് ചെയ്യേണ്ടതും മൈനസ് ചെയ്യേണ്ടതും. അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ആരെന്ത് ചെയ്യുക? 1/5ൻ്റെ സ്ക്വയറിനെ നമുക്ക് പ്ലസ് ചെയ്യാം, മൈനസ്
1/5 സ്ക്വയറിനെ നമ്മൾ മൈനസ് ചെയ്തു. ഓക്കെ, ഈ ഒരു ടേമിലേക്ക് എത്തി. നമുക്ക് ഒന്നും കൂടി ഒന്ന് ചുരുക്കി കഴിഞ്ഞാൽ ആദ്യത്തെ 3 ആൾക്കാരെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആണെന്നുള്ളത്. അവിടെ എ ആരാ ബി ആരാ, സ്ക്വയർ വരുന്ന 2 ആൾക്കാർ. പിന്നെ പ്ലസ് ആണോ മൈനസ് ആണോ, സെക്കൻഡ് ടേം മൈനസ് ആണ്. 2ab എന്നുള്ള ആൾക്ക് മൈനസ് ആണെങ്കിൽ അത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ എക്സ് മൈനസ് 1/5 ഹോൾ സ്ക്വയർ മൈനസ് 1/5 ഹോൾ സ്ക്വയർ എന്നുള്ള ആളെ നമുക്ക് അങ്ങനെ തന്നെ എഴുതില്ല. അവിടെ വേറെ ആരും നമുക്ക് പ്രത്യേകിച്ച് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ഇതിനെ ഇനി നമുക്ക് ഇൻ്റഗ്രേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 5x² മൈനസ് 2x എന്നുള്ള ആൾക്ക് പകരം നമ്മൾ 5 അല്ലേ, 5നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ 5 അത് എഴുതാം. 5x മൈനസ് 1/5 ഹോൾ സ്ക്വയറും മൈനസ് 1/5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആ 1/5നെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് എന്തുണ്ട്, റൂട്ടിൻ്റെ ഉള്ളിലാണ് വരുന്നത് അല്ലേ, സോറി, നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ അവിടെ ഒരു റൂട്ട് ഓഫ് ഉണ്ട്, റൂട്ട് ഓഫ്. അപ്പോൾ ആ റൂട്ടിൻ്റെ ഉള്ളിൽ ആദ്യം ഒരു 5 ഉണ്ട് അല്ലേ, 5 ഇൻറ്റു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ടേം വരുന്നത്. അപ്പോൾ ആ 5നെ ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ വെറും 5 ആണോ ഉണ്ടാവുക, എല്ലാ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 5 ഇൻറ്റു റൂട്ട് ഓഫ് എന്ത് വന്നു, എക്സ് മൈനസ് 1/5 ഹോൾ സ്ക്വയർ മൈനസ് 1/5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു. ഇനി ആ 1/√5നെ നമുക്ക് ഇൻ്റഗ്രേഷന് പുറത്തു കൊണ്ടുവന്നൂടെ, കോൺസ്റ്റൻ്റ് ആണ്. 1/√5 ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1/5 ഹോൾ സ്ക്വയർ മൈനസ് 1/5 സ്ക്വയർ. ബ്രാക്കറ്റ് ഒന്നും ഇടാൻ മറന്നു പോരുത്, നമ്മളെ മീനിങ്ങിനെ തെറ്റിപ്പോവും. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് നോക്കിയേ, എന്താണ് ഡി എക്സ് ഡിവൈഡ് ബൈ x² മൈനസ് a² എന്നുള്ള എക്സാക്റ്റ് ടേമിലേക്ക്, എക്സാക്റ്റ് സ്ട്രക്ചറിലേക്ക് നമ്മളെ ക്വസ്റ്റ്യനെ നമ്മൾ മാറ്റം വരുത്തി അല്ലേ, കൊണ്ടുവന്നു. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ ആരാളുള്ളത്, എക്സ് മൈനസ് 1/5ഉം എൻ്റെ പ്ലേസിൽ ആരാളുള്ളത് 1/5 ആണ്. അപ്പോൾ ഇനി നമുക്ക് അത് നമ്മളെ ഇക്വേഷൻ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എന്താ വരിക, ലോഗ് മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വെറും എക്സ് അല്ല, ഇവിടെ നമ്മളെ എക്സിൻ്റെ പ്ലേസിൽ എക്സ് മൈനസ് 1/5 ആണുള്ളത്, ഇൻറ്റു പ്ലസ് എന്ത് വരും, റൂട്ട് ഓഫ് ഇവിടെ ഒരു റൂട്ട് എഴുതാൻ മറന്നുപോയി, റൂട്ട് ഓഫ് x² മൈനസ് a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ആരാണോ അത് അയാൾ അതേപോലെ തന്നെ നമുക്കിവിടെ എഴുതാം. എക്സ് മൈനസ് 1/5 ഹോൾ സ്ക്വയർ മൈനസ് 1/5 ഹോൾ സ്ക്വയർ മോഡുലസ് ക്ലോസ് ചെയ്യുക പ്ലസ് സി. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിൽ അവിടെ നിർത്തരുത്, നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാം. ഈക്വൽ ടു എന്ത് വരും, ലോഗ് ഫസ്റ്റ് ടേമിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തിവിടെ 5x മൈനസ് 5 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും അല്ലേ, പ്ലസ് റൂട്ട് ഓഫ് ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ടേം എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്നാണ് ചുരുക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നതെങ്കിൽ ഇവിടെ എത്തുമ്പോൾ നമ്മൾ തിരിച്ചതിലേക്ക് തന്നെ പോകും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും, x² മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/5, അപ്പോൾ 2x/5 പ്ലസ് 1/5 സ്ക്വയർ മൈനസ് 1/5 സ്ക്വയർ പ്ലസ് സി. നമ്മളിവിടെ ലോഗ് മോഡ് 5x മൈനസ് 5/5 എന്ന് എഴുതി, നമ്മൾ അതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം തന്നെയാണ് എക്സ് മൈനസ് 1/5 എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ എഴുതിയാൽ മതി, എക്സ് മൈനസ് 1/5. ഇനി കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ -1 ഇതും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എന്ത് മാത്രം, x² മൈനസ് 2x/5 പ്ലസ് സി. ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇക്വേഷൻ ഫോമാറ്റിലേക്ക് നമ്മൾ എത്തിക്കുക, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ആൻസർ ക്ലിയർ. നാലാമത്തെ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടുള്ള അടുത്ത ഒരു മഹാസംഭവമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? 7.4 ടെക്സ്റ്റ് ബുക്കിൽ 7.4 എക്സൈസ് 7.4 13th ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ.
ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എന്താണ് ഇവിടെ ഇൻ്റഗ്രൽ 1/√x-1 ഇൻറ്റു x-2. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ ഫോർമുല വെച്ച് യൂസ് ചെയ്യാനുള്ളതാണെന്ന് അല്ലേ? മനസ്സിലാവുമോ? എവിടെ മനസ്സിലാവണം? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫോർമുലയിലേക്ക് ചെയ്യുക, പിന്നെ നമ്മൾ ആദ്യം പഠിച്ച സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ഐഡിയാസ് ഉള്ളത്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായാലും ഇവിടെ പോസിബിൾ അല്ല. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യുക, ആ ഡിനോമിനേറ്ററിലുള്ള റൂട്ടിനകത്തുള്ള രണ്ടാളുണ്ടല്ലോ, ആ രണ്ടാളെ നമുക്ക് ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് വരിക? കണ്ടാൽ തന്നെ അറിയാം നമുക്കൊരു ക്വാഡ്രാറ്റിക് ഫോർമുലയാണ് വരിക. അപ്പോൾ ഇവിടെ x-1 ഇൻറ്റു x-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ഇൻറ്റു എക്സ് എന്ത് വരും? എക്സ് സ്ക്വയർ. 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ -2x, -1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ -x, -1 ഇൻറ്റു -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 എന്ന് വരും. ഒന്നും കൂടി ചുരുക്കി എഴുതിയാൽ x സ്ക്വയർ -2x -x എന്ന് പറഞ്ഞാൽ എന്താ വരിക? -3x +2 എന്നുള്ള ഒരു ക്വാഡ്രാറ്റിക് ഫോർമുല വരും. ഇനി നമുക്കത് ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1/√നകത്ത് ആര് വന്നു? ഒരു ക്വാഡ്രാറ്റിക് ഫോർമുല ഒന്നുമില്ല, x സ്ക്വയർ -3x +2 dx. റൂട്ടിനകത്ത് ക്വാഡ്രാറ്റിക് ഫോർമുല വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുന്നുള്ള ഓരോ ഫോർമുലയിലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ത്? ഇതിനെ ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം, അതല്ല നമുക്ക് ഇതിനെന്ത് ചെയ്യാം? പൊതുവായിട്ട് നമ്മളെ കയ്യിലൊരു പ്രൊസീജിയർ ഉണ്ട്. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ പ്ലസ് ചെയ്യുക മൈനസ് ചെയ്യുക അല്ലേ? അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മളെ ഇക്വേഷൻ ഫോർമുല പ്രകാരമുള്ള x സ്ക്വയർ - a സ്ക്വയറോ x സ്ക്വയർ + a സ്ക്വയറോ a സ്ക്വയർ - x സ്ക്വയറോ എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ ഈ ഫോർമുലാസിൽ എല്ലാത്തിലും നമ്മൾ താഴെ ഡിനോമിനേറ്ററിലുള്ള റൂട്ടിനകത്താണെങ്കിലും റൂട്ടിന് പുറത്താണെങ്കിലും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൊസീജിയറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ x സ്ക്വയർ -3x +2, ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ എന്താണ് വരുന്നത്? 3 ആണ്. 3ൻ്റെ ½/2 അതിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ പ്ലസ് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വരും? ആ എക്സ്പ്രഷൻ മാത്രം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ x സ്ക്വയർ -3x കഴിഞ്ഞിട്ട് ഒരാളെ നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് ചെയ്യാം. അവിടെ നമുക്ക് 3/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി അവിടെ +2 ഉണ്ടല്ലേ നമ്മൾ ഇക്വേഷൻ പ്രകാരം? +2. ഇനി അടുത്ത ആളെ നമുക്കവിടെ മൈനസ് ചെയ്യാം, 3/2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വരും? x - 3x + 3/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് a + b ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആണോ a - b ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ആണോ? അത് കണ്ടാൽ അറിയാം a - b. എങ്ങനെ കണ്ടാൽ മനസ്സിലാവും? എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് അല്ലെങ്കിൽ എക്സിൻ്റെ ടേം വരുന്ന ആൾക്കുള്ള സൈൻ എന്താണെന്ന് നോക്കുക. അത് പ്ലസ് ആണെങ്കിൽ a + b ഹോൾ സ്ക്വയർ ആണ്, മൈനസ് ആണെങ്കിൽ a - b ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിതിനെ x - b എന്നുള്ള ആളെ ഏതാ വരിക? 3/2 അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് ക്യാച്ച് ചെയ്യാം. എങ്ങനെ പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്തെടുക്കുക? എങ്ങനെ? സ്ക്വയർ വരുന്ന രണ്ടാൾക്കാരെ നേരെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കുക. a + - എന്നുള്ളത് നമ്മൾ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് സൈൻ നോക്കിയിട്ട് എഴുതുക, ഹോൾ സ്ക്വയർ എഴുതുക, പ്ലസ്. ഓക്കെ, പ്ലസ് മൈനസ് എടുക്കണ്ട. അപ്പോൾ ഇനി ഇവിടെ 2 മൈനസ് എന്തുണ്ട്? 2 - 3/2 ഹോൾ സ്ക്വയർ എന്നുണ്ട് അല്ലേ? 2 - 3/2 ഹോൾ സ്ക്വയർ എന്നുണ്ട്. അതായത് എങ്ങനെ വരും? 2 - 9/4 എന്ന് വരും. ഓക്കെ, ഈ 9ഉം ഈ 2ഉം 4ഉം കൂടി ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? അടി കിട്ടും. ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അല്ലേ? അവിടെ മൈനസ് ആണ്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 - 9/4 എന്ന് വരും, -1/4 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കിവിടെ എങ്ങനെ എഴുതാം? -1/4 എന്ന് എഴുതാം. ഒന്നും കൂടി നമുക്ക് ഫോർമുലയിലേക്കൊന്ന് അടുപ്പിച്ച് കഴിഞ്ഞാൽ x - 3/2 ഹോൾ സ്ക്വയർ -1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ അല്ലേ? ഇപ്പം നമുക്ക് എന്തായി? എക്സിൻ്റെ ടേമാണ് ഫസ്റ്റ് വരുന്നത്, അതാണ് x സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. എൻ്റെ ടേമാണ് രണ്ടാമത് വരുന്നത്, അതിന് 1/2 ഹോൾ സ്ക്വയർ എന്നിട്ടു. ഇനി നമുക്ക് നമ്മളെ ഇൻ്റഗ്രലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രലിൻ്റെ കംപ്ലീറ്റ് ടേം എങ്ങനെയായിട്ട് മാറി? 1/ അല്ലെങ്കിൽ dx ഓൾ ഡിവൈഡഡ് ബൈ റൂട്ടിനകത്താണ് കേട്ടോ. കംപ്ലീറ്റ് കാര്യങ്ങളും കളികളും റൂട്ടിനകത്താണ്. √(x സ്ക്വയർ - 3x + 2) ഇനി നമുക്ക് എങ്ങനെ എഴുതാം? x - 3/2 ഹോൾ സ്ക്വയർ -1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്തായി? x സ്ക്വയർ - a സ്ക്വയർ എന്ന ഫോമിലായി അല്ലേ? ഇനി ഡയറക്റ്റ് ഒന്നും നോക്കണ്ട, നേരെ ഫോർമുലേൻ്റെ ബാക്കിയുള്ള ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് വരുന്നത്? ലോഗ് മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പ്ലേസിൽ ആരാ ഇവിടെ ഉള്ളത്? x - 3/2 ആണല്ലേ? പ്ലസ് ഇനി എന്ത് വരും? √(x സ്ക്വയർ - a സ്ക്വയർ), അതായത് √(x സ്ക്വയർ) എന്ന് പറഞ്ഞാൽ x - 3/2 ഹോൾ സ്ക്വയർ -1/2 ഹോൾ സ്ക്വയർ. ലോഗ് മോഡുലസ് ക്ലോസ് ചെയ്യാം, പ്ലസ് c. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇതിനെ
നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ ആ റൂട്ടിനകത്തുള്ള ടേമിനെ a² - x² - a² എന്നുള്ള ടേമിനെ അത് ചെറിയ സിംപ്ലിഫൈഡ് ടേം ആണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാൻ നമുക്കത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഈ റൂട്ടിനകത്ത് ഉള്ള ആദ്യം a-b² എക്സ്പാൻഡ് ചെയ്യണം, 1/2 1/2 എക്സ്പാൻഡ് ചെയ്യണം, ഒക്കെ ചെയ്യണം. അത് നമ്മൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ എന്താ ചെയ്തത്, അതിലേക്ക് എത്തല്ലേ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബാക്കിലേക്ക് പോവുകയാണ് ഇവിടെ ചെയ്യണത്. അതായത് ഈ റൂട്ടിനകത്ത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ x-3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x-3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരിക, ഈ ഒരു ടേമല്ലേ വരിക, ഈ ഒരു ടേമല്ലേ വരിക അല്ലേ. അതായത് x² - 3x + 3/2 പ്ലസ് ഇനി അവിടെ 1/2 നമുക്ക് അവിടെ 2 - 3/2 എന്നുള്ള ടേം അവിടെ കംപ്ലീറ്റ് ടേം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെയല്ലേ ഇവിടെയും വന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് x² - 3x + 2. ഓക്കെ, അപ്പോൾ നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ ആരെ എഴുതിയാൽ മതി, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ ആരെ എഴുതിയാൽ മതി, x² - 3x + 2 എന്നുള്ള ആളങ്ങോട്ട് കാച്ചിയാൽ മതി. ഓക്കെ, പ്ലസ് സി. ഇതാണ് നമുക്കിവിടെ എന്ത് ചെയ്യുക, ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ.